മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി ഒറ്റഘട്ടമായി നടപ്പാക്കും. കൽപ്പറ്റയിലും നെടുമ്പാലയിലുമായി 2 ടൗൺഷിപ്പുകളാണ് നിർമ്മിക്കുക. നിർമ്മാണ ചുമതല ഊരാളുങ്കലിനും നിരീക്ഷണ ചുമതല കിഫ്കോണിനുമാണ്. പുനരധിവാസ മേൽനോട്ടത്തിന് പ്രത്യേക ഉദ്യോഗസ്ഥനും ഉണ്ടാകും. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 15 ലക്ഷം രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമാക്കിയുള്ള പ്രഖ്യാപനം വൈകിയെന്ന് കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ചു. ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റുമാണ് ടൗൺഷിപ്പിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെന്റും നെടുമ്പാലയിൽ 10 സെന്റുമായിരിക്കും നൽകുക. ടൗൺഷിപ്പുകളിൽ വീടുകൾക്ക് പുറമെ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, മാർക്കറ്റ്, ആരോഗ്യകേന്ദ്രം, വിദ്യാലയം, അംഗൻവാടി, കളിസ്ഥലം, വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ ഇവയെല്ലാം സജ്ജമാക്കും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ഇക്കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട്. ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ ഈ അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ UN സ്ഥാപനങ്ങൾ, NGOകൾ എന്നിവരിൽ നിന്നും ചില അധിക സാമൂഹ്യ സഹായം ലഭ്യമാക്കുവാൻ സാധിക്കുമായിരുന്നു. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചുകൊണ്ട് ഇത് സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. എത്ര സമയമെടുത്താണ് ഇത്, എത്രത്തോളം സമയബന്ധിതമായി, എപ്പോഴേക്കാകും എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ടോ? ശ്രുതി, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പുനരധിവാസം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. നേരത്തെ ഹൈക്കോടതി ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമക്കുരുക്കിന് പരിഹാരമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് വേഗത്തിൽ പുനരധിവാസം പൂർത്തിയാക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ആരംഭിച്ചത്. അതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അത് ചീഫ് സെക്രട്ടറി പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം മാസ്റ്റർ പ്ലാനിന് അനുമതി നൽകി കഴിഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ പദ്ധതി നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് പദ്ധതി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അതിൻ്റെ പ്രാഥമികമായി സ്ഥലമേറ്റെടുക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ സ്ഥലപരിശോധനയടക്കം നടക്കും. ഏതായാലും 2 ആഴ്ചക്കകം തന്നെ എത്ര സമയം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയുണ്ടാകും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അടക്കമുള്ള ഇതിൻ്റെ നിർമ്മാണ ചുമതലയുള്ള സംഘങ്ങളുമായി ഉടൻ തന്നെ ചീഫ് സെക്രട്ടറി അടക്കം ചർച്ച ചെയ്യും. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പദ്ധതി പൂർത്തീകരണത്തിൻ്റെ സമയത്തിൽ ഒരു വ്യക്തതയുണ്ടാവുക. ഏതായാലും 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് ഈ പുനരധിവാസത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കുക. 750 കോടിയാണ് നിർമ്മാണത്തിൻ്റെ ചെലവ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും മനോഹരമായ രീതിയിലുള്ള വീടുകൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നേരത്തെ തന്നെ അങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു മാതൃകയാണ്, ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സഹായം വാഗ്ദാനം ചെയ്ത സംഘടനാ പ്രതിനിധികളുമായി കൂടിയാലോചന നടത്തിയിരുന്നു. 38 പേരെയാണ് ഇന്ന് യോഗത്തിലേക്ക് വിളിച്ചത്. 38 പേർക്ക് ഈ മാസ്റ്റർ പ്ലാന്റെ വിശദാംശങ്ങൾ വിശദീകരിച്ചു നൽകി. ഈ പദ്ധതി എപ്പോൾ തുടങ്ങും എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകളെത്തി. ഏതായാലും ഏറെ താമസിയാതെ തന്നെ പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പങ്കുവെക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് പുനരധിവാസം നടക്കുക. ആദ്യം ഇത് നേരിട്ട് ദുരന്തത്തിനിരയായവർ അവരെ പുനരധിവസിപ്പിക്കും. അതിന് പുറമെ ദുരന്ത മേഖലയിൽ നിന്നും മുൻകൂട്ടി ഒഴിപ്പിച്ച കുറേ പേരുണ്ട്. അവർ നേരിട്ട് ദുരന്തം ബാധിച്ചിട്ടില്ല. അവരെ 2ാം ഘട്ടത്തിൽ പുനരധിവസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. 2 ടൗൺഷിപ്പുകളാണ് ഈ പുനരധിവാസത്തിൻ്റെ ഭാഗമായി വരുന്നത്. 2 ടൗൺഷിപ്പുകൾ, ഒരിടത്ത് 10 സെന്റിൽ 1000 ചതുരശ്ര അടിയുള്ള വീട് നിർമ്മിക്കും. മറ്റൊരിടത്ത് 5 സെന്റിലാണ് 1000 ചതുരശ്ര അടിയുള്ള വീട്. ഒരേ മാതൃകയിലാണ് വീട്. ആ ടൗൺഷിപ്പിൽ തന്നെ വിദ്യാലയങ്ങൾ, മെഡിക്കൽ സെൻ്ററുകൾ, ഒപ്പം തന്നെ ദേവാലയങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള തീരുമാനവുമുണ്ട്.